السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, എണ്ണമറ്റ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നാം ഏവരും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണെന്നും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം ഒരു സമ്പൂർണമായ ജീവിത വ്യവസ്ഥയാണ് മുന്നോട്ട് വെക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്നതായിട്ടുള്ള സകല മേഖലകളെയും വ്യക്തമായ രൂപത്തിൽ എങ്ങനെയാകണം എന്നുള്ളത് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സമാനമായ രൂപത്തിൽ തന്നെയാണ് സാമ്പത്തികമായ വിഷയങ്ങളിലും. ഒരാളുടെ സ്വഭാവവും അയാളെക്കുറിച്ച് തിരിച്ചറിയുന്നതിന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അയാളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടത്തി നോക്കുവാനാണ്. ഒരാളുടെ ജീവിതത്തെ വിലയിരുത്തുന്നിടത്തും നാളെ പരലോകത്ത് രക്ഷ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും കടമില്ലാതെ ബാധ്യതകളില്ലാതെ ഒരു അന്യൻ്റെ മുതൽ ജീവിതത്തിൽ കടന്നു വരാതെ പരിശുദ്ധമായ ഒരു സാമ്പത്തിക ചിട്ട കൈവരുമ്പോഴാണ് നാളെ സ്വർഗത്തിൽ അല്ലെങ്കിൽ നാളെ പരലോകത്തിൽ വിജയം നേടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക. എല്ലാ മേഖലയിലും ഇസ്ലാം കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നടപടിക്രമങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ സാമ്പത്തിക വിഷയത്തിലും അടിസ്ഥാനപരമായിട്ടുള്ള വിധികൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ഒരാളുടെ കാൽപാദം മുന്നോട്ട് നീങ്ങുകയില്ല 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. അതിലൊന്നാമതായിട്ട് പറയുന്നത് അയാളുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ വിനിയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ആയുസ് കാലഘട്ടം 2, 3, 4 അല്ലെങ്കിൽ 30, 40, 50, 60, 70, 80 വർഷക്കാലം ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ തുടർന്ന് ഇങ്ങനെ പറയുന്നിടത്ത് മൂന്നാമതായിട്ട് പറയാണ് വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, ഓരോന്നിനെക്കുറിച്ചും ഓരോ ചോദ്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് നാളെ പരലോകത്ത് കടന്നു വരാനുള്ളത്. ഉത്തരം പറയാതെ കാല് മുന്നോട്ട് നീക്കാൻ കഴിയൂല. ഒന്നാമതായിട്ട് മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, 2 ഒന്ന് എങ്ങനെയാണ് നീ അത് നേടിയെടുത്തത്, 2 എങ്ങനെയാണ് അത് ചെലവഴിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യാത്രക്കാരനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ കടന്നു വന്നിട്ട് പള്ളിയിരുന്ന് പ്രാർത്ഥിക്കുന്ന യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗത്തെ പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കുക. യാത്രക്കാരനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രംഗമാണ്. മാത്രല്ല പള്ളിയിലിരുന്ന് റബ്ബിനെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെക്കുറിച്ചാണ് അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. കാരണം എന്താ? കാരണം അയാൾ തിന്നുന്നത്, അയാൾ ഉടുക്കുന്നത്, അയാൾ തന്നെ പരിപൂർണമായും ഹറാമിനാൽ ഊട്ടപ്പെട്ടവനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കേണ്ടുന്ന സാമ്പത്തിക വിശുദ്ധിയുടെ ഗൗരവമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമതായിട്ട് സാമ്പത്തിക വിഷയത്തിൽ വിശുദ്ധി വരുത്തണോ, ഒന്നാമതായി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആയത്തിൽ കുറിച്ച് നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്,
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റേതാണ് എന്നുള്ളൊരു ബോധ്യം കടന്നു വരുമ്പോൾ, എൻ്റേതെന്ന് ഞാൻ പറയുന്ന എൻ്റെ സമ്പത്തും എൻ്റെ വീടും ഞാൻ സമ്പാദിച്ചെടുത്തിട്ടുള്ള എൻ്റേതെന്ന് പറയുന്ന ആ ബിസിനസ്സിൻ്റെ കൊട്ടാരങ്ങളിൽ മറ്റു രൂപത്തിലുള്ള ഏതൊക്കെ രൂപത്തിലുള്ള വരുമാന സാമ്പത്തിക രംഗങ്ങളുണ്ടോ അതൊക്കെയും എൻ്റേതാണെന്ന് ഞാൻ പറയുമ്പോഴും അല്ല, അതിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ്റേതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക, കൃത്യമായിട്ട് വിധിവിലക്കുകൾ പാലിക്കാൻ സാധിക്കുക. രണ്ടാമതായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. രണ്ടാമതായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു നിയമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാണ്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു. പിന്തുടർച്ചക്കാരൻ, പിൻഗാമി എന്നൊക്കെയുള്ള വ്യത്യസ്ത അർത്ഥങ്ങളാണ്. താൽക്കാലികമായി ഈ ജീവിതത്തിലുള്ള സമ്പത്ത് വിനിയോഗിക്കുന്നു, ഇട്ടേച്ചു പോകുന്നു, ബാക്കിയുള്ളവരത് വിനിയോഗിക്കുന്നു അല്ലേ. ദുനിയാവിലെ നമ്മുടെ ഓഹരി എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ ചിലയിടങ്ങൾ കാണാൻ സാധിക്കും. എൻ്റേതെന്ന് പറയുന്ന എൻ്റെ കാറിൻ്റെ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ അപ്പുറമുള്ള സീറ്റ് എൻ്റെതല്ലല്ലോ ശരിക്ക്, മറ്റു പലരും ആയിരിക്കുന്നത്. എൻ്റേതെന്ന് പറയുന്ന എൻ്റെ വീട്, ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള എൻ്റെ വീട്, അതിൻ്റെ ചെറിയൊരു ഭാഗം കിടക്കാനുള്ള ഒരു മുറി അല്ലെങ്കിൽ ആ മുറിയിലെ ഒരു കട്ടിലിൻ്റെ ഒരു വിരിപ്പിൻ്റെ ഒരു ഭാഗം അതാ സ്വന്തമായിട്ട് എൻ്റേതെന്ന് പറയാവുന്നത്. ബാക്കിയുള്ളത് മറ്റു പലരുടെ. ഇനി നമ്മുടെ ആ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാലോ ഇതെല്ലാം വിട്ടേച്ചു കൊണ്ട് മറ്റു പലർക്കുമായിട്ട് വിട്ടേച്ചു പോകുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനവിടെ എടുക്കാനുള്ളത്. ഈ ദുനിയാവിലുള്ളത് കാലാകാലം എൻ്റേതെന്ന് പറയാനൊന്നുമില്ല. അവസാനം കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണി അതന്നുള്ളൂ. സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായി രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മൾ താൽക്കാലികമായി ഈ സമ്പത്ത് വിനിയോഗിക്കുന്നു, അത് വിട്ടേച്ചു പോകുന്നു എന്ന രൂപത്തിലുള്ള താൽക്കാലികമായിട്ടുള്ളൊരു പിന്തുടർച്ചക്കാർ മാത്രം ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ട്രസ്റ്റിഷിപ്പ് എന്നൊക്കെ രൂപത്തിൽ മറ്റു രൂപത്തിൽ കാണാൻ സാധിക്കും. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് തിരിച്ച് ഏൽപ്പിച്ചു പോവും വേണം. ഈ അടിസ്ഥാന നിയമത്തിൽ നിന്നാണ് അനന്തരാവകാശ നിയമം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അതിലൂടെ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നെ. കാരണം എൻ്റേതല്ലാത്തൊരു സ്വത്ത് എങ്ങനെ എൻ്റെ മരണശേഷം ഏത് രൂപത്തിൽ ഓഹരി വെക്കണമെന്ന് യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശിയാണ്. അതുകൊണ്ട് അനന്തരാവകാശം കൃത്യമായിട്ട് ഖുർആനിലൂടെ പഠിപ്പിച്ചു. എൻ്റേതായ രൂപത്തിലൂടെ എനിക്കെന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ എൻ്റെ മരണശേഷം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾക്ക് ഇത്ര കുറച്ച് തോനെ കൊടുക്കണം എഴുതിയേക്കാൻ പറ്റുമോ? ശരിക്കും ആലോചിക്കണം. അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ട ശേഷം എൻ്റെ സ്വത്ത് ഇങ്ങനെ ഓരിയേക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പഠിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. ദീൻ പഠിപ്പിച്ച രൂപത്തിൽ ഓഹരിക്കാൻ വേണ്ടി പറയാം. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ വിഷയത്തിൽ ഞാൻ അതിൻ്റെ ഒരു അടിസ്ഥാനം മാത്രം ഓർമ്മപ്പെടുത്തി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ്. അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയിട്ടുള്ളത്. വറഫഅ ബഅദുകും ഫൗഖ ബഅദിൻ ദറജാത്ത്. നിങ്ങൾ ചിലരെക്കാളും ചില പദവികളൊക്കെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. ചില ആൾക്കാർ കുറച്ച് സ്വത്തുള്ളവരാണ്, ചില ആൾക്കാർ കുറച്ച് താഴെയുള്ളവരാണ്. സമ്പത്തിൻ്റെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. മറ്റ് പല വിഷയങ്ങളിലും ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ്റെ ജാതി വൈവിധ്യങ്ങളിൽ ഉണ്ടാകുന്ന പോലെ, വർണ്ണത്തിലുണ്ടാകുന്ന പോലെ, കഴിവുകളിൽ ഉണ്ടാകുന്ന പോലെ വൈവിധ്യമായിട്ടുള്ളൊരവസ്ഥ സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയിലുമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഏറ്റക്കുറച്ചിൽ എന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് നമ്മളെ മനസ്സിൽ കോറി വെക്കേണ്ടത്. ഇതിൽ നിന്നാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. നമുക്ക് സ്വത്ത് തന്നത് നമുക്ക് ഫുൾ അനുഭവിച്ച് എല്ലാ രൂപത്തിലും മുന്നോട്ട് പോയി അതിനു വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടേതല്ലാത്ത ഓഹരി പഠിപ്പിക്കപ്പെട്ടത് മറ്റു പലർക്കും കൊടുക്കണം. കൃത്യമായിട്ട് അതിൻ്റെ മാന്യതകൾ പാലിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഗൗരവത്തോട് ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞു തരാനുണ്ടായ കാരണം, ഓർമ്മപ്പെടുത്താനുണ്ടായ കാരണം, സാമ്പത്തിക വിഷയങ്ങളിൽ അതിൻ്റെ ആ ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കണത്ത്
വലിയ രൂപത്തിൽ ഇന്നൊരു പക്ഷേ മുസ്ലിം സമൂഹം പോലും പിറകോട്ടടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ഒരു 50,000 കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം ഒരു 5,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിലും നേരെ കൊണ്ടുപോയി ഇടുക. അത് ഏത് രൂപത്തിൽ നമുക്ക് കിട്ടുന്നു, എങ്ങനെ വരുമാനം വരുന്നു, എത്ര രൂപയാണ് വരുന്നത്, അതിൻ്റെ പിറകിലുള്ള ബിസിനസ് എന്താണ്, ഹലാലാണോ ഹറാമാണോ ഒന്നും നോക്കാതെ ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്ക് ഇന്ന് പൊതുവെ മാറിയിട്ടുണ്ട്. പൈസ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. ഏറ്റവും കൂടുതൽ ഈ അടുത്തുള്ള ഒരു ഇസ്ലാമിക് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു സെമിനാറിൽ ഇന്നത്തെ ഒരു വേള ഒരു സാമ്പത്തിക വിഷയങ്ങളിൽ മാത്രമല്ല പൊതുവെ ക്രൈം മേഖലകളിൽ ഇടപെടുന്ന ഒരാൾ പ്രത്യേകം പറഞ്ഞതുണ്ട്, മോഷണങ്ങളൊക്കെ ഒന്ന് കുറവാണ്. ഏത് സാധാരണ മോഷണങ്ങൾ 95% മോഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സൈബർ ലോകത്താണെന്ന്. സൈബർ ലോകത്താണ് അത്രമേൽ തട്ടിപ്പുകൾ. പലപ്പോഴും പുറത്ത് പലരും പറയൂല, കാരണം കണക്കുകളിലൊന്നും തന്നെ 5 ലക്ഷം 10 ലക്ഷം ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവില്ല, അതാവും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. എങ്ങനെ ഇപ്പോൾ കൊടുക്കുക പരാതി? അത്തരത്തിൽ സാമ്പത്തികമായ രംഗത്തിൽ പിടിക്കപ്പെട്ടതിൽ തന്നെ 95% കടന്നു വരുന്നത് സൈബർ രൂപത്തിലൂടെ, മൊബൈലിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും, അതുപോലെ തന്നെ വെറുതെ വീട്ടിലിരുന്നത് സമ്പാദിക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി വലിയ രൂപത്തിൽ നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ നേരെ പോയി ചാടാണ് കുറേ ആളുകൾ. കുറേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ പേരുകൾ മറ്റു പലതും. വളരെ ഗൗരവത്തോടു കൂടിയിട്ട് നമ്മുടെ സാമ്പത്തിക രംഗം ശരിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദീനിൻ്റെ വിധിവിലക്കുകൾ സാമ്പത്തികമായ വിഷയത്തിൽ പ്രത്യേകിച്ചും വളരെ ഗൗരവത്തോടു കൂടിയിട്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് സാമ്പത്തിക രംഗം പരിശുദ്ധമായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.